3 ബ്ലീഡിങ്ങും 2 ഹെമറ്റോമയുണ്ട്. അപ്പം ഇനി സർജറി ചെയ്യാനോ മെഡിസിൻ കൊടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. വേറെ ഒരു മാർഗ്ഗമില്ല. ഇന്ന് ഞാൻ സർജറിക്ക് പോസ്റ്റ് ചെയ്യാം, നാളെ നിന്നെയൊക്കെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സർജറി വേണ്ട, ഞാൻ സർജറി ചെയ്യാൻ വേണ്ടി അല്ല വന്നത്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് കൃപ തന്നതിന് നന്ദി പറയുന്ന ആദ്യമായിട്ട്. ഈ കൃപാസനത്തിലേക്ക് എന്നെ കടത്തിക്കൊണ്ട് വരുവാൻ, എൻ്റെ പേര് മോളിക്കുട്ടി മാത്യു. ഞാൻ തൊടുപുഴ മീമൂട്ടി പള്ളിയിൽ നിന്ന് വരുന്നു. ഈ കൃപാസനത്തിലേക്ക് ഞാൻ കടന്നു വരുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 2021 ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇവിടെ വന്നത് എൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു വലിയ ട്രാജഡി മൂലമാണ് ഞാൻ വന്നത്. എൻ്റെ ഹസ്ബൻഡിന് ഷുഗർ വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മോന് ഭയങ്കര പഠനത്തിൽ വളരെ ഉഴപ്പായി പോയി. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ അവിടെ വെച്ച് തന്നെ 2018 മുതൽ ഞാൻ കൃപാസനത്തിലെ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ ഓൺലൈനിൽ കൂടുമായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം കൂടുമായിരുന്നു. പക്ഷേ ഉടമ്പടി എങ്ങനെ എടുക്കുമെന്നുള്ളതിനെക്കുറിച്ചൊരു ആഴമായ ഒരു ബോധ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വെച്ച് ഉടമ്പടി എടുക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് സൈറ്റ് ഓപ്പണായി കിട്ടിയില്ല. പിന്നെ ഞാൻ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഭർത്താവും മകനും അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ആങ്ങളയ്ക്ക് വന്ന ഒരു അപകടവുമാണ്. ജൂൺ 26 ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ അകത്ത് എൻ്റെ മൂത്ത ബ്രദറിന് കോവിഡ് പോസിറ്റീവായിരുന്നു. ഒരു വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്നു. പെട്ടെന്ന് പുള്ളിക്കാരൻ തലകറങ്ങി വീണു, ബോധം പോയി, വേറൊന്നും അറിയത്തില്ല. അവിടുന്ന് ഓൾറെഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെന്നപ്പം കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവാണെന്ന് അറിഞ്ഞു. അപ്പം ആൻജിയോപ്ലാസ്റ്റി 27 വയസ്സിൽ ചെയ്തൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഡയബറ്റിക് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ കിടത്താൻ പറ്റത്തില്ല, എവിടെയെങ്കിലും ICUയിൽ വേണമെന്ന് പറഞ്ഞു. ഒരു ഹോസ്പിറ്റലും ബെഡില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ചാലക്കുടി സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഒരു ബെഡ് അറേഞ്ച് ചെയ്ത് കിട്ടി. അവിടെ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങോട്ട് പോയതിന് ശേഷം ആങ്ങളെ വീണെങ്കിൽ തലയുടെ പുറകിൽ വലിയൊരു നീരുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ നീരുണ്ട് എന്ന്. പക്ഷേ അവരാരും മൈൻഡ് ചെയ്തില്ല. അവർ കോവിഡ് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ അങ്ങ് സിംഗിൾ റൂം അക്കോമഡേഷൻ ആയതുകൊണ്ട് ആരെയും കയറ്റത്തുമില്ല. ഒരു ദിവസം ഞാൻ പിറ്റേ ദിവസം വിളിച്ചപ്പം ചോദിച്ചപ്പോൾ ഇവരാരും ഒരു ആൻസറും പറയത്തില്ല. അപ്പം ഞാൻ കൺസൾട്ടൻറ്റിനോട് എനിക്ക് കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞു. ഞാൻ കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആൾ ചില ക്രിറ്റിക്കലാണ്, BP ഇല്ല, ഓക്സിജൻ 70-68 നിൽക്കുന്നു, ഒരു റിലേഷൻ ഒന്നുമില്ലാത്ത രീതിയിലാണ്, ഡിസോറിയൻറ്റഡ് ആണ് ആൾ, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അവരതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ വീണായിരുന്നു, ഒരു CT എടുക്കാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളോട് ആരും പറഞ്ഞില്ല, ഞങ്ങൾ CT എടുത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാറേ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു CT എടുക്കുക, നമുക്ക് ഡയഗ്നോസ് ചെയ്യാം, മിക്കവാറും ബ്ലീഡിങ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. CT എടുത്തപ്പം 3 ബ്ലീഡിങ്ങും 2 ഹെമറ്റോമയുണ്ട്. അപ്പം ഇനി സർജറി ചെയ്യാനോ മെഡിസിൻ കൊടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അവർ പറഞ്ഞു ഇനി അവർക്ക് നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇനി വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു വിടുകയെന്ന് പറഞ്ഞു. പോസിറ്റീവായിട്ട് കോവിഡുള്ള ആൾ അവർ 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നെഗറ്റീവ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ വീട്ടിലേക്ക് തന്നെ വിട്ടേരെ. അവർ ആംബുലൻസിൽ എൻ്റെ ബ്രദറിനെ വീട്ടിൽ കൊണ്ടുവന്നു. 3 മക്കളും ആങ്ങളെയും പോസിറ്റീവായിരുന്നു. എൻ്റെ ഫാദറും ചേച്ചിയും അവിടെ ഇല്ലായിരുന്നു. അവരെ 2 പേരെയും മാറ്റി. ഞാൻ മോണിറ്ററെല്ലാം സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിൽ വെച്ചു. അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എവരി 5 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ എന്നോട് വൈറ്റൽ സയൻസും എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയണം. ഞാൻ PCCയിലെ ഒരു ഡോക്ടറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. ആ ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ ഫുഡും കൊടുത്തു. അങ്ങനെ 1 മാസം കൊണ്ട് എൻ്റെ ആങ്ങളയുടെ കോവിഡ് നെഗറ്റീവായി, ഷുഗർ കുറഞ്ഞു. CT ചെയ്തപ്പം ബ്ലീഡിങ് 50% ഡിസോൾവ് ആയെന്ന് ഡോക്ടർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് മെഡിസിൻ കൊണ്ട് പോകാം, അത് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത 30 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളയുടെ തലയിൽ ഒരു തുള്ളി ബ്ലഡ് പോലും ഇല്ലാതെ ആങ്ങള കംപ്ലീറ്റ് ക്യൂറായി ജോലിക്ക് പോയി. ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ദൈവമാതാവും ഈശോയും തന്ന ഈ അത്ഭുതത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി, 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവാണ്. ഭർത്താവ് വിശ്വാസമുണ്ട്, പക്ഷേ അത് പൂർണ്ണമായിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി. ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് മാത്രം പള്ളിയിൽ പോകും. പള്ളിയിലെ എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പക്ഷേ സന്ധ്യപ്രാർത്ഥന എല്ലാം കൂടത്തില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. ആ മനുഷ്യന് ഞാൻ
കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന നാൾ മുതൽ പുള്ളി എന്തൊക്കെയോ മരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അൾസറിൻ്റെ ഉണ്ട്, ഹെർണിയ ഉണ്ട്, ഹയാറ്റസ് ഹെർണിയ ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഒരു 15 വർഷമായിട്ട് പുള്ളിക്കാരന് ഉറക്കക്കുറവാണ്. ഉറക്കമില്ലാത്ത ആൾ എന്നും വൈകുന്നേരം ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഗുളിക? ഞാൻ ലീവിന് വരുമ്പോൾ ഇങ്ങനെ ചോദിക്കും, പറയും അതൊരു ഗുളിക. അപ്പോൾ ഞാൻ അത് മേടിച്ച് നോക്കിയപ്പം ഉറക്കത്തിനുള്ള ഗുളികയാണ്. അന്നു മുതലേ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിനോടും ഈശോയോടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഈ മെഡിസിൻ ഒന്ന് നിർത്തിക്കിട്ടാൻ ഒരു വഴി അമ്മ അത്ഭുതം പ്രവർത്തിക്കണേ എന്ന്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഉടമ്പടി വസ്തുക്കളൊന്നും ആ മകൻ ഡയറക്റ്റ് സ്വീകരിക്കത്തില്ല. ഞാൻ ചോറിൻ്റെ അകത്തോ ചായയിലൊക്കെ ഒഴിച്ചൊക്കെയാണ് കൊടുക്കുന്നത്. എങ്കിലും എങ്ങനെ 1 വർഷമായിട്ടിപ്പോൾ ആ ടാബ്ലറ്റ് ഇപ്പോൾ കഴിക്കുന്നില്ല, മരുന്നില്ലാതെ കിടന്ന് ഉറങ്ങുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു സാക്ഷിയാണ്. ഞാനൊരു 5 മാസം മുന്നം നാട്ടിലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഒന്ന് വീണു. അന്നേരം ഒന്നും അറിഞ്ഞില്ല. 1.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിന് സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പോൾ കാലിന് നീര് വന്നു. ഒരാഴ്ച മരുന്ന് കഴിച്ചു. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ സ്വെല്ലിംഗ് ഉണ്ട്. 15 ദിവസം കൊണ്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു. പക്ഷേ എനിക്കെൻ്റെ കാലും കൊണ്ട് നടക്കുവാനോ ഒരു കാല് പൊക്കി വെക്കാനോ എനിക്കൊന്നും പറ്റാത്ത അവസ്ഥയായി. ഞാൻ അങ്ങനെ ജോലി റിസൈൻ ചെയ്തു. വീട്ടിൽ വന്നു. വേറെ ഒരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 10 ദിവസത്തെ മരുന്ന് കഴിക്കാൻ. 10 ദിവസം മരുന്ന് കഴിച്ചിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞ് MRI, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം MRI എടുത്തു. MRI എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ അകത്ത് ലിഗമെൻറ്റ് ഫ്രാക്ചർ ആയിട്ടുണ്ടെന്നുള്ളത്. മുട്ടിൻ്റെ ലിഗമെൻറ്റ് ഫ്രാക്ചർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മുടെ മുട്ട് തേഞ്ഞ് പോകും. അങ്ങനെ 1 മാസത്തോളം ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു വീട്ടിൽ കൂടെ നടക്കുന്നതിന് കുഴപ്പമില്ല, സപ്പോർട്ട് ഇട്ടാൽ മതിയെന്ന്. ഞാൻ അന്നേരം ചോദിച്ചു എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, എൻ്റെ കാല് പോകത്തില്ലേ എന്ന് ചോദിച്ചു. ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് എനിക്ക് കാലിന് ഭയങ്കര നീര്, വേദന കൊണ്ട് പൊളയുവാണ്. ഒരു കാര്യം എനിക്ക് ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല. ഞാൻ വന്ന് സാറിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കാലിൽ പരുവായില്ല. 2ാമത് എക്സ്റേ ആയപ്പം ഞാൻ ചോദിച്ചതല്ലായിരുന്നോ നടക്കരുതെന്ന് എന്ന് പറഞ്ഞല്ലായിരുന്നു. സാറ് പറഞ്ഞു ഇനി സർജറി അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല, ഇന്ന് ഞാൻ സർജറിക്ക് പോസ്റ്റ് ചെയ്യാം, നാളെ നിന്നെയൊക്കെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സർജറി വേണ്ട, ഞാൻ സർജറി ചെയ്യാൻ വേണ്ടി അല്ല വന്നത്, ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ ഞാൻ 2ാമത് പോയി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഈ സർജറി ചെയ്താൽ ഈ കാല് സക്സസ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് 3 മാസം കിടന്ന് കാലിൻ്റെ നീര് മാറിയതിന് ശേഷം മാത്രമേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. ഞാൻ ബാത്റൂമിൽ പോകാൻ മാത്രം വോക്കർ ഉപയോഗിക്കും, അല്ലാതെ കാല് നിലത്ത് തൊടാനോ ഒരു കാര്യം ചെയ്യാനോ പറ്റത്തില്ല. അങ്ങനെ ഞാൻ 3 മാസം കംപ്ലീറ്റ് ബെഡഡനായിട്ട് കിടന്നു. അതിനുശേഷം ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ പോയി. അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിക്കും. ഓൺലൈനിൽ ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും. അച്ഛൻ്റെ എല്ലാ ടോക്കുകളും ഞാനിങ്ങനെ കണ്ടിന്യൂസ് കേട്ടോണ്ടേയിരിക്കും. എനിവേ ദൈവം എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് സർജറി കൂടാതെ എൻ്റെ കാലും കൊണ്ട് ഇന്ന് എനിക്കിവിടെ നടന്നു വരുവാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു, അമ്മ മാതാവ് എനിക്ക് തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഇപ്പം നടക്കുമ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് എന്ന് പറയുന്ന സ്റ്റെപ്പ് കയറാൻ ഇച്ചിരി പാടുണ്ട്, നടക്കുമ്പോൾ ഇച്ചിരി നീര് വരുന്നുണ്ട്. പിന്നെ വേറെ ഒരു സാക്ഷ്യം കൂടെ എനിക്കുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അക്രൈസ്തവ കുടുംബമാണ്. അവരുടെ വീട്ടിലൊരു മോനുണ്ട്. ആ മോനും എൻ്റെ മോനും തമ്മിൽ നല്ല കൂട്ടാണ്. അവർ ബികോം കഴിഞ്ഞ് 2 വർഷമായി. 2 സബ് എഴുതാനുണ്ട്, എഴുതാതെ നടക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്നായാലും കൃപാസനത്തിൽ പോകാം, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം, ഉടമ്പടി എടുക്കാം. ഞാൻ അവരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. എൻ്റെ നിയോഗത്തിൽ ഞാൻ ആ മകന് വേണ്ടി വെച്ചു. അവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മോൻ ഇച്ചിരി ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു അമ്മേന്. അതൊന്നും ഒക്കെ കംപ്ലീറ്റ് ക്യൂർ ആയില്ലെങ്കിലും ബെറ്റർ ആണ്. ഇപ്പം ബികോമിൻ്റെ പരീക്ഷ എഴുതി, കാശുവും കൈപ്പിടിച്ചു പോയി പരീക്ഷ എഴുതി, അവൻ പാസ്സായി. MBAക്ക് ഇപ്പം ചേർന്നു. ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ ഇപ്പോൾ നടന്നിരിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ പത്രം ഞാൻ ഇവിടുന്ന് വരുമ്പോൾ എനിക്ക് എല്ലാ മാസവും വരാൻ പറ്റിയില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും 3 കെട്ട് പത്രം ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും. അത് ഞാൻ എൻ്റെ ഇടവകയിലും അയൽവക്ക ഹിന്ദുക്കൾക്കും ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ആരെയൊക്കെ കണ്ടാലും ഞാൻ അത് അവർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും. പിന്നെ പള്ളികളിലൊക്കെ വെറുതെ കൊണ്ട് ഇട്ടേക്കുന്ന കെട്ടുകണക്കിന് പേപ്പറുകൾ ഉണ്ടായെങ്കിൽ ആ പത്രം ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ പോകുന്ന വഴിക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത വേല എന്ന് പറയുന്നത്, പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് പുറത്തിറങ്ങി പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് ഓൺലൈനിലൊക്കെ സഹായം അഭ്യർത്ഥിക്കുന്നവർക്കൊക്കെ ഞാൻ പൈസ ഗൂഗിൾ പേ ആയിട്ട് പൈസ അടിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ഭക്ഷണം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പോകുന്ന വഴിക്ക് പൊതിയായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു.
ഇതായിരുന്നു എൻ്റെ പ്രേക്ഷിത വേല. പിന്നെ അക്രൈസ്തവരാരോട് ഞാൻ ആരെ കണ്ടാലും ഈ വചനങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ അവർക്ക് ഈ അമ്മയുടെ മഹത്വം ഞാൻ അവരുടെ മേൽ എൻ്റെ സാക്ഷ്യവും ഞാൻ പറഞ്ഞ് ദൈവനാമം മഹത്വപ്പെടുത്താറുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ തൊട്ടടുത്ത് വേറൊരു വീട്ടിലൊരു അമ്മച്ചി ക്രൈസ്തവയാണ്. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞൊരു പത്രവും കൊടുത്ത് പ്രാർത്ഥിക്കുക, അമ്മയുടെ അസുഖം ഭേദമാകും, നമുക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാം. ഇന്ന് ഞാൻ വിളിച്ചായിരുന്നു വരുന്നുണ്ടോ എന്ന്, വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എനിവേ ബ്ലീഡിങ് ആയിരുന്നു അമ്മച്ചിക്ക്. 10 വർഷമായി ആരും കണ്ടുപിടിക്കാത്ത ഒരു രോഗം, എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. യൂട്രസ് റിമൂവ് ചെയ്യുന്നു, ഇപ്പോഴും ക്ലോട്ടായിട്ട് ബ്ലഡ് വരുന്നുണ്ട്. ഈ പത്രം കൊടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ചേച്ചിയുടെ ബ്ലീഡിങ് സ്റ്റോപ്പായി ഇന്നലെ എന്നോട് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെ ഞാൻ എൻ്റെ ബൈബിൾ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഒരിക്കലും അരമണിക്കൂർ ഞാൻ എന്നാലും വായിച്ചിരിക്കും. ഏത് സമയത്താണേലും രാവിലെ ഞാൻ 3 മണിക്കാണേലും എഴുന്നേൽക്കുന്നതെങ്കിൽ അന്നേരം ആ സമയത്ത് ഞാൻ എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും, കൊന്ത ചെല്ലും. നടക്കുന്ന വഴിക്കാണെങ്കിലും 33 വിശ്വാസ പ്രമാണവും എനിക്ക് പറ്റുന്ന പോലെ കൊന്ത, ഞാൻ ഏത് വഴിയിലാണോ പോകുന്നത് ആ വഴിയിലെല്ലാം ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊന്ത ചൊല്ലിക്കൊണ്ടേ ഞാൻ നടക്കുന്നത്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അമ്മ എനിക്ക് സാധിച്ചു തരുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അമ്മ എനിക്ക് സാധിച്ചു തന്ന ഞാൻ ഇനിയും വന്നിവിടെ നിന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു.